ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ശ്വേത സതീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്ത് സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ബട്ടൺ, ലൈക്ക്, ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടണേ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. 30ാമത്തെ വയസ്സ് എൻ്റെ ബർത്ത്ഡേ ആണ്. 1994 നവംബർ 14 കേട്ടോ ഞാൻ ജനിച്ചത്, ശിശുദിനത്തിന്. അതിലുപരി സങ്കടമുണ്ട്. എന്താ പറയുക, നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അമ്മ കൂടി ഇല്ല എന്ന് പറയുമ്പം അത് വല്ലാത്തൊരു വിഷമമാണ്. അമ്മ മരിച്ചിട്ട് 6 വർഷമാകാൻ പോകുന്നു. പക്ഷേ ഈ ഒരു അമ്പലം, ഈ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഒരുപാട് കാലം പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ. ഭഗവാൻ വിളിക്കുമ്പോഴേ പോകാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ എന്നെ ഭഗവാൻ വിളിച്ചു. ഞാൻ അവിടെ എത്തി, മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. ഉള്ളിൽ നല്ല വിഷമം വെച്ചുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പറയും, എന്നോട് അച്ഛൻ എപ്പോഴും പറയും കേട്ടോ, നമുക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കരുത്. നമുക്ക് ചുറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയും, ശത്രുക്കളാണെങ്കിൽ കൂടിയും അവർക്ക് വേണ്ടിയും നന്മകൾ വരാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോട്ടെ, ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടേണ്ട. പക്ഷെ നമ്മളെല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യമുള്ളൂ. സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ശരിയാണ്. അച്ഛൻ്റെ ഓരോ വാക്കുകളും എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. എനിക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട്, ഇമോഷണൽ. അതാണ് എൻ്റെ ഒരു വോയിസ് ഇടയ്ക്ക് ഞാൻ സ്റ്റക്കായി പോകുന്നത്. കുറേ ആൾക്കാരെ എനിക്ക് എൻ്റെ ഒരു 30 വയസ്സിനുള്ളിൽ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റി. ഒരാളുടെ നമ്മുടെ അടുത്ത് എങ്ങനെയാണെന്നുള്ളതും എല്ലാം കാണിച്ചു തരാൻ സാധിച്ചു. മുന്നിലെത്തി. എനിക്ക് എന്താ വാക്കുകൾ മുറിഞ്ഞു പോകുന്നു. നല്ല ആൾക്കാരെയും മോശം ആൾക്കാരെയും തിരിച്ചറിയാനും എങ്ങനെയാണ് അവരോട് ഒരാൾക്കും ഓരോ സ്ഥാനം കൊടുക്കേണ്ടതെന്നും എനിക്ക് ഈ ഒരു 30 വയസ്സിനുള്ളിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി കേട്ടോ. എൻ്റെ വോയിസിന് ചെറിയൊരു ഇതുണ്ടാകുമ്പോൾ എനിക്ക് സുഖമില്ല. അതിൻ്റെ ഒരു കുറച്ച് സൗണ്ടും ഇടറിയിട്ടും ഇതൊക്കെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.